മക്കളെ, ലക്ഷദ്വീപ് ആന്ധ്രോത്തിലാണ് ഞാനുള്ളത്. ആന്ധ്രോത്ത് എൻ്റെ നാടാണ് കേട്ടോ. അപ്പോൾ ആന്ധ്രദ്വീപിലാണുള്ളത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡ് ചേച്ചിമാരും കുട്ടികളും എല്ലാവരും കൂടി ഞങ്ങൾ കടപ്പുറത്ത് വന്ന്. ഇത് പറഞ്ഞാൽ മൂലക്കടപ്പുറത്ത് എന്നാണ് ഇവിടെ പറയാം. ഈ സ്ഥലത്ത് ഈ ബീച്ചിന് പറയണത് മൂലക്കടപ്പുറത്ത് എന്നാണ്. അങ്ങനെ ദൂവയും ബാപ്പയും കൂടി കടലൊക്കെ കളിച്ച് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനും ദൂവയൊക്കെ നടന്ന്. അപ്പോൾ രണ്ട് ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലക്ഷദ്വീപിലേക്ക് വരാനായിട്ട് എന്താ ചെയ്യേണ്ടത്, എത്രയാകുക, പൈസയാകാമെന്ന് ചോദിച്ചു. പൈസ എനിക്കറിയത്തില്ല, എത്ര 15 9 10 എനിക്കറിയത്തില്ല, അത്ര റേറ്റ് വരും. ഫുഡും കാര്യമൊക്കെ നോക്കണ്ട, ഷിപ്പിൻ്റെതും പിന്നെ അവിടെ നിൽക്കേണ്ടത് ഇതൊക്കെ നോക്കണമല്ലോ. ഞങ്ങൾക്കെല്ലാം ഫ്രീ ആണ് കേട്ടോ. ഞങ്ങൾക്ക് ടിക്കറ്റിൻ്റെ പൈസ കൊടുത്ത് കയറി എത്തിയാൽ മതി ദ്വീപിലേക്ക്. ബാക്കി പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ അല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് വരാനായിട്ട് കാണാനായിട്ടുണ്ടെങ്കിൽ ഏജൻറ്റുമാരുണ്ട്, അവരെ ഇതാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ. ഒന്നാമത് പെട്ടെന്ന് മടിയായി പോകും കേട്ടോ ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സ്ഥലമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് മടിയാവാത്ത സംഭവമാണ്. കടലിൽ പോവാം. ഈ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഫുള്ളും വറ്റിക്കഴിഞ്ഞാൽ നേരെ കാണും, കുറേ സ്ഥലം വരെ നടക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ സാധനം കാണുമ്പോൾ ഹാപ്പിയാകും. അങ്ങനെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആരെങ്കിലും ഏജൻറ്റുമാരെ കിട്ടിയാൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് അനിയത്തിയാണ്, പേര് ജുമാന. ഹസ്ബൻഡിൻ്റെ ഏറ്റവും ചെറിയ അനിയത്തിയാണ്, എൻ്റെ ചെറിയ നാത്തൂന. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ പള്ളി ഉണ്ടാക്കി കളിച്ചിട്ടോ. പള്ളി ഉണ്ടാക്കി ഈ മണ്ണിലെങ്കിലും ചോദിച്ച് കഴിയണം കേട്ടോ. ഒരു ഇതുമില്ല, നല്ല രസമുണ്ട് മണ്ണൊക്കെ. അപ്പം നമ്മൾ വാരി സിൽക്ക് വാങ്ങിച്ച് 500 രൂപ പാണിയാട്ടാനോട് എടുപ്പിച്ചാൽ അതിനാൽ നമുക്ക് സിൽക്ക് തിന്നുക. ഇതിലേക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കിട്ടിയ സാധനമൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഈ പുല്ല് ഇങ്ങനത്തെ പുല്ല് അടിച്ചോടാം, ഉണ്ടാക്കി കൊടുക്കാം. അയ്യോ ജസ്റ്റ് ഈ പുല്ലിന്റെ പരിപാടി കേട്ടോ. ഈ പുല്ല് മാറ്റി കൊടുക്കാം. ഇത് ലക്ഷദ്വീപിൽ പറയുന്നത് റാ എന്ന് പറയുന്നത്. നമ്മൾ വേണമെങ്കിൽ റാ തലയിലും വെക്കാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമന്റ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് ഐറ്റം നമ്മുടെ കൊമ്പ്, അത് പിന്നെ പശുവിന്റെ കൊമ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഏത് പശുവിൻ്റെ ആണെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതാ കുറച്ച് ശംഖ് കെട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ തിരിക്കണ പമ്പരം എന്നാ തോന്നുന്നത്, തിരിക്കുന്ന പമ്പരം. പിന്നെ നമ്മുടെ ചെടി, ഈ ഐറ്റം ഒക്കെ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു പിന്നെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അമ്പിളി മാമ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് സാധനം കണ്ടോ, സെൻറ്ററിൽ ഒരു ഓറഞ്ച്, ഒരു റോസ്, നീല പോലത്തെ ഒരു കളറ് സാധനമാണ് കേട്ടോ ഗൈസ്. ലാസ്റ്റ് ഞങ്ങൾ കല്ല് മറിച്ച് കളിച്ച്. ഇതിൻ്റെ കളീൻ്റെ പേരറിയുള്ളൂ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.